ഹായ് ഗൈസ്, CUTയുടെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ പേപ്പർ തന്നെ റിസൾട്ട് മാർക്ക് സ്കോർ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സംശയം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്ന കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പേഴ്സൻറ്റേജ് എന്താണ്, പേഴ്സൻറ്റേജും പേഴ്സൻറ്റേജും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ റാങ്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ എന്താണ് ഈ മാർക്ക് ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിർബന്ധമായും അവസാനം വരെ നിങ്ങൾ കാണാം. ബേസിക്കലി ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ്, മലയാളം, മാസ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യോളജി, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് 1, 2, 3, 4 5 പേപ്പറാണ് ഈ കുട്ടി ഒരു സാമ്പിൾ ആക്കി എടുത്താണ്. ഒരു 5 എക്സാം ആണ് ഈ കുട്ടി എഴുതുന്നത്. നിങ്ങൾക്ക് അറിയാം ഓരോ എക്സാമിന്റെയും ടോട്ടൽ മാർക്ക് 250 ആണ് അല്ലേ, ഒരു എക്സാമിന് ടോട്ടൽ മാർക്ക് അല്ലേ. ഇപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 250, 5, 250 എത്ര? പിന്നെ 1000 മാർക്ക്, അതിൽ 1250 മാർക്കാണ് ടോട്ടൽ മാർക്ക്. ഈ കുട്ടിക്ക് 1250 ഈ കുട്ടിയുടെ ടോട്ടൽ മാർക്ക് കേട്ടോ. അത് നിങ്ങൾ മനസ്സിൽ വേണം. അതായത് 5 സബ്ജക്റ്റ് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇനി ഏറ്റവും മിനിമം 750 ആണ്. കാരണം 3 സബ്ജക്റ്റ് എന്തായാലും എഴുതണം. അപ്പോൾ 250, 250. അപ്പോൾ ഇത് എത്ര ഉണ്ട്? 5 സബ്ജക്റ്റ് എഴുതിയതിനും കൂടെ എത്ര മാർക്ക് ഉണ്ട്? ടോട്ടൽ 1250. അതാണ് കുട്ടിയുടെ ടോട്ടൽ സ്കോർ അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ ഇല്ലതൊക്കെ ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കുക. ഇനി അടുത്തെന്താ? പേഴ്സൻറ്റൈൽ. ഈ പേഴ്സൻറ്റൈൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് അല്ല, പേഴ്സൻറ്റൈലാണ്. അതായത് ഈ ഒരു 99% മാർക്ക് കിട്ടിയ ഒരാളെന്ന് വിചാരിക്കും. എത്രയാണ്? 99% അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇവിടെ കാണിക്കുന്ന 59 പോയിന്റ് ആണ്. ഇവിടെ 95 ഉണ്ട് മലയാളത്തിൽ. അതുപോലെ സോഷ്യോളജിയിൽ 91 ഉണ്ട്. മാസ് കമ്മ്യൂണിക്കേഷൻ 94 ഉണ്ട്. ഈ പേഴ്സൻറ്റൈൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 99% ഇത് 1,00,000 ഒരു അസംഷൻ ആണ്. 1,00,000 വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 1,00,000 വിദ്യാർത്ഥികൾ എഴുതിയതാണ്. 1,00,000 വിദ്യാർത്ഥികൾ എഴുതിയ ഇംഗ്ലീഷിൽ ആ കുട്ടിയുടെ പേഴ്സൻറ്റൈൽ 99 ആണെങ്കിൽ ടോപ്പ് 1% ആ കുട്ടി വരുന്നുണ്ട്. അതായത് റാങ്ക് 1 മുതൽ 1000 വരെ എന്ന റാങ്കിൽ ആ കുട്ടിക്ക് സ്ഥാനമുണ്ട്. അതാണ് 99% എന്ന് പറഞ്ഞാൽ. ഇനി 98% ആണെങ്കിലോ ടോപ്പ് 2% വരുന്നതാണ്. അതായത് 1,00,000ന്റെ 2% വരുന്നതാണ്. അതായത് ആ കുട്ടി റാങ്ക് എത്രയാണ്? 1 മുതൽ 2000 ഇടയിലാണ് ആ കുട്ടി, അല്ലെങ്കിൽ 1000ന്റെയും 2000നും ഇടയിലാണ് കുട്ടിയുടെ റാങ്ക് വരിക. ഇനി 95% ആണെങ്കിലോ ടോപ്പ് 5% വരികയാണ്. അതായത് ഏറെക്കുറെ 5000ന്റെ ഇടയിലായിരിക്കും ആ കുട്ടിയുടെ റാങ്ക് വരിക. ഈ രീതിയിലാണ് നമ്മുടെ റാങ്കും അല്ലെങ്കിൽ ഈ പേഴ്സൻറ്റൈലും കാണാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് റാങ്ക് മനസ്സിലാവണമെങ്കിൽ ആ സബ്ജക്റ്റിന് എത്ര കുട്ടികൾ എഴുതി എന്നറിയുമ്പോഴാണ് കറക്റ്റ് റാങ്ക് മനസ്സിലാവും. ഇതാണ് ആ പേഴ്സൻറ്റൈലിന്റെ പരിപാടി. അപ്പം നോർമലി ഒരു മികച്ച യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് പലരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പലപ്പോഴും നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ പലരും പറഞ്ഞൊരു ബേസിക്, ഞാൻ പല ആളുകളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഏറ്റവും മിനിമം ഒരു 93 to 95% ഏറ്റവും മിനിമം ആണ്. 93 to 95% ഇടയിൽ മാർക്കുള്ള ആളുകൾക്കാണ് ഈ ഡൽഹി പോലത്തെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏറ്റവും ഡൽഹി യൂണിവേഴ്സിറ്റി പോലത്തെ മികച്ച യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിയാലിറ്റിയുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം അത്രയും കൂടുതൽ മാർക്കുള്ള ആളുകൾക്കാണ് കിട്ടുക. പക്ഷേ ഇതൊരിക്കലും എന്തായാലും ഒരു ഫിക്സ്ഡ് സാധനം, ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഞാനിത് പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് ഇത്ര മാർക്കുള്ളൂ എങ്കിൽ ഞാൻ അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് കരുതാനല്ല, ഒരു നോർമലി ഉള്ള ഒരു സാധനം നിങ്ങളുമായി ഷെയർ ചെയ്തത് മാത്രം. അപ്പോൾ ഇതാണ് പേഴ്സൻറ്റൈൽ. നിങ്ങളുടെ എത്രത്തോളം കുട്ടികൾ എഴുതുന്നുണ്ട് അതിൻ്റെ ഇടയിലുള്ള നിങ്ങളുടെ ഒരു റാങ്കിന്റെ ഒരു ശതമാനം ആണ് ഈ ഒരു സാധനം കാണിക്കുന്നത്. ഇനി ഇതെന്താണ് സാർ ഈ സാധനം? ഫിഗർ. ഇതാണ് നിങ്ങൾ എഴുതിയെടുത്ത മാർക്ക് എന്ന് പറയുന്നത്. അതായത് 250 ഇതാണ് നിങ്ങളുടെ മാർക്ക്. 250 ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്ക് 117.64 ആണ്. ഇവിടെ 190, 141, 120, 164, 72 മാർക്കാണ് കിട്ടിയത് അല്ലേ. അപ്പൊ അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മാർക്കാണത്. ഇനിയിപ്പോൾ ആലോചിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ നിങ്ങളെ പരിഗണിക്കുക? അഡ്മിഷൻ എങ്ങനെയാണ് നിങ്ങളെ പരിഗണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡ്മിഷൻ നിങ്ങൾ പരിഗണിക്കുക. അപ്പോൾ ഒരു കോളേജ് പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ കുട്ടിക്ക് വേണ്ടി സോഷ്യോളജി ആയിരിക്കാം. ഈ കുട്ടി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിലെ കോളേജ് പ്രിഫർ ചെയ്യുന്നത് ആ കുട്ടി എന്ത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഓർ മലയാളം എഴുതിയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ കുട്ടിയുടെ എന്ത് ചെയ്യാം, ഈ മലയാളത്തിൻ്റെ മാർക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലേ. മലയാളം എടുക്കും, അപ്പോൾ ലാംഗ്വേജ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഏതാ വേണ്ടിയത്? പിന്നെ സോഷ്യോളജിയുടെ മാർക്ക്. ഈ 3 പേപ്പർ മതി, മിനിമം 3 പേപ്പറാണല്ലോ. ഇത് 3 മതി എന്നാണെങ്കിൽ ആ കുട്ടിയുടെ മാർക്ക് എത്ര ആയിരിക്കും? 3 പേപ്പർ ആയതുകൊണ്ട് ടോട്ടൽ 750 മാർക്കല്ലേ. ഈ 750 കുട്ടിയുടെ മാർക്ക് എങ്ങനെ എടുക്കുക? 250 ഇവിടെയുണ്ട്, 250, 250, 250 അല്ലേ. ഇങ്ങനെ 3 മാർക്കല്ലേ എടുക്കുക. ഇതിൽ എത്രയായി കുട്ടി കിട്ടിയത്? ജനറൽ ടെസ്റ്റിൽ കിട്ടിയ മാർക്ക് 72.65 നമുക്ക് തൽക്കാലം എടുക്കാം. ലാംഗ്വേജിന് മലയാളം എടുക്കുകയാണെങ്കിൽ 190 മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ പിന്നെ സോഷ്യോളജി എത്ര മാർക്ക് കിട്ടിയത്? 164.52 അല്ലേ. ഇതെല്ലാം കൂടി എത്ര മാർക്കാടാ? പിന്നെ 6, 5, 7, 22, 2,
4 426 മാർക്കാണ് ഈ കുട്ടികളെ 750 426 മാർക്ക്. ഇതാണ് ആ കുട്ടിയുടെ മാർക്ക്. ഇപ്പോൾ ഒരു കോളേജ് മാർക്ക് വെച്ച് നോക്കുമ്പോൾ 750 ഇടും, 750 426 മാർക്കാണ് കൂട്ടിയത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ആ കോളേജിൽ എത്ര സീറ്റ് ഉണ്ടായിരിക്കും, ആ സീറ്റിൽ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ എത്ര സീറ്റ് ഉണ്ടായിരിക്കും, ആ യൂണിവേഴ്സിറ്റിയുടെ സീറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ റാങ്ക് വെച്ചിട്ടായിരിക്കും ആ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ, ഇതാണ് നിങ്ങളുടെ മാർക്ക്, ഇത് നിങ്ങളുടെ പെർസെൻറ്റേജിലാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഉള്ളത് ഓരോ കോളേജിലെയും എത്ര പെർസെൻറ്റേജ് ആണ് കട്ട് ഓഫ്. പെർസെൻറ്റേജിൻ്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു 1 റൗണ്ടെങ്കിലും അഡ്മിഷന് കഴിയുമ്പോഴാണ് ആ കോളേജിൽ എത്ര കുട്ടികളെ എടുത്തു, ആ കുട്ടികളുടെ പെർസെൻറ്റേജിൽ എത്ര എന്നൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അതിനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്ത് എന്ത് കളയരുത്, നിങ്ങളുടെ അപേക്ഷിക്കാനുള്ള സമയം നിങ്ങൾ കളയാൻ പാടില്ല. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി പോകുന്നത്, ഉടനെ ആ വെബ്സൈറ്റ് ഇപ്പം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുക. അത് ഡൽഹി യൂണിവേഴ്സിറ്റി ഓൾറെഡി ഓപ്പൺ ആയിട്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീഡിയോ നമ്മളിപ്പം തന്നെ ഉടനെ നമ്മുടെ ചാനൽ വരും. അതിന് മുന്നേ നിങ്ങൾ ഏത് കോളേജാണോ നിങ്ങൾ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി നിങ്ങൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി അതിലുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു എന്ന കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾ പിന്നെ ആദ്യം നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിടുക. മാർക്ക് കുറഞ്ഞ ആൾക്കാരൊന്നും നിങ്ങളും ചെയ്തിട്ട് സാർ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്ലക്ച്വേഷൻ ഒക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ മാർക്ക് കുറഞ്ഞ കിട്ടാറുണ്ട്. എല്ലാവരും എന്ത് വിചാരിക്കുമ്പോൾ ഇത്ര ഉള്ളവർക്ക് മാത്രമേ കിട്ടൂ എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എന്തായാലും ചെറിയ പൈസ അപ്ലൈ ചെയ്താൽ വേണ്ടി വരും, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഏതായാലും ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. റെഡി, സെറ്റ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആദ്യമായിട്ട് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ 2026 CUT 2026 ബാച്ചിലെ കുട്ടികൾക്കായിട്ടുള്ള പുതിയ അഡ്മിഷൻ ഫോം താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വർഷം CUT എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.